നമസ്കാരം. TRVയെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ മന്ത്രി രാജീവിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന വിവരം അദ്ദേഹം അറിയുന്നുണ്ടോ? സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. എന്തായിരുന്നു ലോകപ്രശസ്തമായ അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം TRVക്കെതിരെ? തമിഴ്നാട് അതിർത്തിയിലെ വിഴിഞ്ഞം പോർട്ട് പദ്ധതി തമിഴ്നാടിന് നേട്ടവും കേരളത്തിന് കൊച്ചിക്ക് നഷ്ടവും എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോ അദ്ദേഹം തന്നെ കൊച്ചിക്ക് സ്വയം പാരയായി മാറിയിരിക്കുന്ന വിവരം ഏറ്റവും കുറഞ്ഞത് കൊച്ചിയെ സ്നേഹിക്കുന്നവരെങ്കിലും ഒന്ന് തിരിച്ചറിയണം. അവിടെ നിർമ്മിക്കുന്ന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കുണ്ട്, അവിടെ കിൻഫ്ര എക്സ്പോർട്ട് പ്രൊമോഷൻ ഇൻഡസ്ട്രിയൽ പാർക്ക്. ആ പാർക്കിലെ കണ്ടെയ്നർ പോലും വല്ലാർപാടത്തോട്ട് കൊണ്ടുവരാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു മന്ത്രിയാണ് TRVയെ തകർക്കാൻ ശ്രമിക്കുന്നത്. ഒരു പ്രേക്ഷകൻ, സെയിലിംഗ് കമന്ററിയുടെ ഒരു പ്രേക്ഷകനുണ്ട്, അദ്ദേഹം പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം 2 കണ്ടെയ്നറുകളുടെ ഫോട്ടോ എടുത്ത് അയച്ചു ട്രിവാൻഡ്രം ട്രാക്കത്തോൺ മത്സരത്തിലേക്ക്. അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അതിലെ വിവരങ്ങൾ. എന്തിനാണ് മന്ത്രി ഇങ്ങനെ TRVയെ ദ്രോഹിച്ചുകൊണ്ട് കൊച്ചിയെ വളർത്താൻ ശ്രമിക്കുന്നത്? കൊച്ചി വളരണം, കൊച്ചി അതിന്റെ സ്വന്തം കാലിൽ നിന്ന് വളരണം, മറ്റുള്ളവരുടെ തോളിൽ ചവിട്ടി കയറിയല്ല വളരേണ്ടത്. എന്നിട്ട് എന്തു പറ്റുന്നു? കൊച്ചിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന, കാക്കനാട് കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ടെയ്നർ പോലും വല്ലാർപാടത്ത് വരാതെ തൂത്തുക്കുടിയിലോട്ട് പോവുകയാണ്. രാത്രിക്ക് രാമായണം തൂത്തുക്കുടി പോകുന്ന കഥയാണ് ഈ 2 കണ്ടെയ്നർ ട്രാക്കിങ്ങിലൂടെയും പിടികിട്ടിയിരിക്കുന്നത്. അപ്പൊ ആദ്യം അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? കൊച്ചിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനമെങ്കിലും വല്ലാർപാടം വഴി കയറ്റിവിടാനുള്ള പരിശ്രമമാണ് ആദ്യം നടത്തേണ്ടത്. അതും സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള, അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ കീഴിലുള്ള കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിലുള്ള കണ്ടെയ്നർ, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ അടങ്ങുന്ന കണ്ടെയ്നർ, അതുപോലും അദ്ദേഹത്തിന് വല്ലാർപാടത്ത് കൊടുക്കാൻ പറ്റാത്തയാളാണ് TRVയെ കൊന്നു കുഴിച്ചു മൂടാൻ നടക്കുന്നത്. പരിശോധിക്കണം, നിങ്ങൾ മന്ത്രി പരിശോധിക്കണം. മന്ത്രിക്ക് വേണ്ടിയാണ് ഈ റിപ്പോർട്ട്. 1 ഇമ്പോർട്ട്, 1 എക്സ്പോർട്ട്. 2 കണ്ടെയ്നറും നിങ്ങളെ കണ്ണു വെട്ടിച്ച് രാത്രിക്ക് രാമാനം തൂത്തുക്കുടിയിലോട്ട് പോവുകയാണ്. കാരണം എന്താണ്? തൂത്തുക്കുടി മെച്ചപ്പെട്ട പ്രവർത്തനം നൽകുന്നു, അല്ലെങ്കിൽ ബെസ്റ്റ് റേറ്റ്സ് നൽകുന്നു, അതുപോലെ പല സൗകര്യങ്ങളും തൂത്തുക്കുടി നൽകുന്നത് കൊണ്ട് തൂത്തുക്കുടിയിലോട്ട് പോകുന്നു. അങ്ങനെ എഫിഷ്യൻസി ആര് കാണിച്ചാലും, തൂത്തുക്കുടി കാണിച്ചാലും, വല്ലാർപാടം കാണിച്ചാലും, മുംബൈ കാണിച്ചാലും, അദാനി ഗ്രൂപ്പ് കാണിച്ചാലും, ആര് എഫിഷ്യൻസി കാണിച്ചാലും തീർച്ചയായിട്ടും അതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. രസകരമാണ് ഈ ട്രാക്കിംഗ്. 17/7/25 ഇക്കഴിഞ്ഞ ദിവസമാണ്, രാവിലെ 8 മണിക്കാണ് സെയിലിംഗ് കമന്ററിയുടെ സുഹൃത്ത് ഈ ഫോട്ടോ എടുക്കുന്നത്. അന്ന് തന്നെ പുലർച്ചെ ഈ ട്രക്ക്, ഈ കണ്ടെയ്നർ ഈ കിൻഫ്ര എക്സ്പോർട്ട് പ്രൊമോഷൻ പാർക്കിൽ നിന്ന് പുറത്തോട്ട് വന്നു. അങ്ങനെയാണ് TRVയിൽ വെച്ച് ഇതിനെ കാണുന്നത്. ഇത് തൂത്തുക്കുടിയിൽ നിന്ന് വന്ന റൂട്ട് അറിയണോ? തൂത്തുക്കുടി, തിരുനെൽവേലി, തെങ്കാശി, ചെങ്കോട്ട, പത്തനംതിട്ട, ആലപ്പുഴ, കാക്കനാട്. അവിടെ ചെന്ന് കണ്ടെയ്നർ എടുത്ത് തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ ക്യാമറയിൽ പതിയുന്നത്. കണ്ടെയ്നർ ഇപ്പോൾ തൂത്തുക്കുടിയിലുണ്ട്. എങ്ങോട്ട് പോകുന്നതെന്ന് അറിയണോ? 23/7 ദക്ഷിൺ ഭാരത് ഗേറ്റ് വേ ടെർമിനൽ എന്ന് പറയുന്ന തൂത്തുക്കുടിയിലെ ഒരു ടെർമിനലിൽ നിന്ന് കുവോ ലങ് എന്ന് പറയുന്ന കപ്പലിൽ കൊളംബോയിലോട്ട് പോകുന്നു. 3 ട്രാൻസ്ഷിപ്മെന്റ് ഉണ്ട്. നമ്മളിതുവരെ 2 വരെ പഠിച്ചിട്ടുള്ളൂ. ഇത് 3 ട്രാൻസ്ഷിപ്മെന്റ് ആണ് ഈ ട്രാക്കിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നത്. 23/7 ഈ തൂത്തുക്കുടിയിൽ നിന്നും ദക്ഷിൺ ഭാരത് ഗേറ്റ് വേ ടെർമിനലിൽ നിന്നും കുവോ ലങ് എന്ന് പറയുന്ന കപ്പലിൽ കൊളംബോയിൽ പോകുന്നു. അവിടെ 23-ന് പോകുന്നത് 10 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത കപ്പലിൽ കയറുന്നത്. നമ്മളെ ദ്രോഹിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. 10 ദിവസം കഴിഞ്ഞിട്ട് കൊളംബോ എന്ന ട്രാൻസ്ഷിപ്മെന്റ്, ഫസ്റ്റ് ട്രാൻസ്ഷിപ്മെന്റ് ക്യാപ് സാൻ സൗനിയോ എന്ന് പറയുന്ന കപ്പലിൽ കയറി എങ്ങോട്ട് പോകുന്നു? അൽ ജസീറാസ്, ആഫ്രിക്ക ചുറ്റി അൽ ജസീറാസിലോട്ട് പോകുന്നു. അൽ ജസീറാസിലും ട്രാൻസ്ഷിപ്മെന്റ് ഉണ്ട്. അവിടെ വെച്ച് മേഴ്സ്ക് ലിയോൺ എന്ന് പറയുന്ന കപ്പലിലോട്ട് കാക്കനാട് കണ്ടെയ്നർ മാറ്റി കയറ്റുന്നു.
3/9 27/8 അവിടെ എത്തുന്നത് വീണ്ടും പോർട്ട് ടാഞ്ചർ. ഇതെല്ലാം നമുക്ക് പരിചയമുള്ള പോർട്ടുകളാണ്. മെഡിറ്ററേനിയനിലെ മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്തെ തുറമുഖമാണ് പോർട്ട് ടാഞ്ചർ. 3/9 പോർട്ട് ടാഞ്ചറിൽ വീണ്ടും ട്രാൻസ്ഷിപ്മെന്റ്. വെസലിന്റെ പേര് GSL MYNY. മിനി എന്ന് വായിക്കാമോ എന്നറിയില്ല. GSL MYNY. അവിടെയും മൂന്നാമത്തെ ട്രാൻസ്ഷിപ്മെന്റ് നടക്കുന്നു. അത് കഴിഞ്ഞ് 10/9 പോർട്ട് ജനോവ, ഇറ്റലിയിലെ പോർട്ട് ജനോവ. അതാണ് പോർട്ട് ഓഫ് ഡിസ്ചാർജ്. 40 ഫീറ്റ് ഡ്രൈ കണ്ടെയ്നർ ആണ്. മന്ത്രി പരിശോധിക്കണം ആരുടെ സാധനമാണ് വല്ലാർപാടത്തെ വെട്ടിച്ചുകൊണ്ട് ഇറ്റലിയിലെ ജനോവ പോർട്ടിലോട്ട് പോയിരിക്കുന്നത് നോക്കണം. അതിനേക്കാൾ രസം, ഏകദേശം 50 ദിവസമാണ് യാത്ര. കപ്പലിൽ കയറിയത് മുതലാണ്, കൊച്ചിയിൽ നിന്ന് പോയതൊന്നും ഒക്കെ വിടുന്നു. കപ്പലിൽ കയറിയ ദിവസം മുതൽ കപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയ ദിവസം 50 ദിവസം. മറ്റെല്ലാം കൂടി കണക്കാക്കുമ്പോൾ 60 ദിവസം വരാം. 50 ദിവസം കൊണ്ടാണ് ഈ പറയുന്ന കാക്കനാട്ടെ കണ്ടെയ്നർ ഇറ്റലിയിലെ ജനോവയിൽ 3 ട്രാൻസ്ഷിപ്മെന്റിലൂടെ എത്തിയതെങ്കിൽ ഇവിടെ നിന്ന് MSC ജംബോറി എന്ന് പറയുന്ന ഒരു കപ്പൽ ആഫ്രിക്കയിലെ പോർച്ചുഗലിലെ സീനസിലോട്ട് പോയിട്ടുണ്ട്. 16 ദിവസമാണ്. കാക്കനാട് തൂത്തുക്കുടി ഇറ്റലി 50 ദിവസം എടുത്തെങ്കിൽ ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് MSC ജംബോറി 14 ദിവസം കൊണ്ടാണ് പോർച്ചുഗലിലെ സീനസിലെത്തുന്നത്. വെറും 14 ദിവസം. അപ്പൊ സീനസ് പിന്നെ ഇറ്റലിയിലെ ജനോവ നോക്കുമ്പോൾ 879 ദിവസമാണ്. ജംബോറിയുടെ സ്പീഡ് 16.4 നോട്ടാണ്. അത് വെച്ച് കണക്കാക്കുമ്പോൾ 2 ദിവസം കൂടി യാത്ര മതി. അപ്പോൾ 16 ദിവസം കൊണ്ട് TRV എന്നാണ് ഈ യാത്ര പുറപ്പെട്ടെങ്കിൽ 16 ദിവസം കൊണ്ട് ഈ ഇറ്റലിയിലെ ജനോവ എന്ന് പറയുന്ന പോർട്ടിൽ എത്തുമായിരുന്നു. ആ സ്ഥാനത്താണ് 50 ദിവസം 34 ദിവസമാണ് അധികം നൽകേണ്ടി വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തതൊരു ഇറക്കുമതിയാണ്. അതിനും കണ്ടെയ്നർ വന്നിരിക്കുന്ന റൂട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അവസാനം പറയാം. കാര്യം ഇറക്കുമതിയാകുമ്പോൾ അവസാനം എത്തിക്കുകയാണല്ലോ. 12/5/25 ലോഡ് ചെയ്തത് ധക്കർ, സെനികൾ എന്ന് പറയുന്ന നമ്മുടെ പോകുന്ന ലോം എന്നൊക്കെ പറയുന്ന തുറമുഖങ്ങളുള്ള പടിഞ്ഞാറൻ ആഫ്രിക്ക. അവിടെ നിന്ന് 12/5 കയറ്റുന്നു. ഡക്കർ CMA CGM ആണ് കപ്പൽ. CMA CGMന്റെ ലബു എന്ന് പറയുന്ന കപ്പലിൽ കയറ്റുന്നു. 17/5 അബിൻജാൻ എന്ന് പറയുന്ന പോർട്ട്. ഈ അബിൻജാനുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അബിൻജാനിൽ വരുന്നു. 10/6 അവിടെ നിന്ന് വീണ്ടും കയറ്റുന്നു. ട്രാൻസ്ഷിപ്മെന്റ്, ഒന്നാമത്തെ ട്രാൻസ്ഷിപ്മെന്റ്. അവിടെ നിന്ന് വീണ്ടും കയറ്റുന്നു. CMA CGM കോട്ട് റിയൽ എന്ന് പറയുന്ന കപ്പലിൽ കയറ്റുന്നു. 30/6 കൊളംബോയിലെത്തുന്നു. കൊളംബോയിൽ വീണ്ടും ട്രാൻസ്ഷിപ്മെന്റ്. 8/7 30/6 എത്തിയത് 8 ദിവസം കഴിഞ്ഞാണ് കൊളംബോയിൽ FSL സിംഗപ്പൂർ എന്ന് പറയുന്ന കപ്പലിലാണ് കയറ്റുന്നത്. അവിടെ നിന്ന് തൂത്തുക്കുടിയിൽ വരുന്നത് 9/7. അങ്ങനെ ഏകദേശം 60 ദിവസമാണ് ഈ യാത്ര. 12/5 മുതൽ ഇത് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്ന ദിവസം നോക്കുമ്പോൾ 60 ദിവസമാണ് ഈ യാത്രയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മുടെ തൂത്തുക്കുടിയിൽ നിന്ന് കാക്കനാട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലോട്ട് പോകുന്ന റൂട്ട് എങ്ങനെയാണെന്ന് അറിയണോ? തൂത്തുക്കുടിയിൽ നിന്ന് പുതുർ പാണ്ഡ്യപുരം, രാത്രിക്ക് രാത്രി വന്ന് പോകുന്നതാണല്ലോ. അപ്പൊ മന്ത്രി കിടന്ന് ഉറങ്ങുമ്പോഴാണ് യാത്ര. തൂത്തുക്കുടിയിൽ നിന്ന് പുതുർ പാണ്ഡ്യപുരം ടോൾ പ്ലാസ, അവിടെ നിന്ന് മധുരൈ എലിയാർപതി ടോൾ പ്ലാസ, അവിടെ നിന്ന് ഡിണ്ടിഗൽ കോടൈ ടോൾ പ്ലാസ. പാലക്കാട് വഴിയാണ്. പാലക്കാട് വഴി, കാര്യം മന്ത്രി ഇവിടെ കിടന്നുറങ്ങുമ്പോൾ ആ വഴി വരാമെന്ന് വിചാരിച്ചു. തൃശൂർ പാലിയക്കര എന്ന് പറയുന്ന ടോൾ പ്ലാസ. അത് കഴിഞ്ഞ് 16/7 ഇക്കഴിഞ്ഞ 16/7 കാക്കനാട് കിൻഫ്ര എക്സ്പോർട്ട് പ്രൊമോഷൻ സോണിലോട്ട് പോകുന്നത്. മൊത്തത്തിൽ 60 ദിവസം കൊണ്ട് ഈ യാത്ര അവസാനിക്കുമ്പോൾ ഇവിടെ നിന്ന് സിമോണ എന്ന് പറയുന്ന കപ്പൽ ഇങ്ങോട്ട് വന്നിരുന്നു. അവിടെ നിന്ന് ഈ ധക്കർ എന്ന് പറയുന്ന പോർട്ടിലോട്ട് പോകാൻ 1519 നോട്ടിക്കൽ മൈൽ കൂടിയുണ്ട്. അപ്പൊ നമ്മൾ അതും കണക്ക് കൂട്ടണമല്ലോ. അതിന്റെ യാത്ര കപ്പലിന്റെ വേഗത വെച്ച് നോക്കിയാൽ 6.5 ദിവസം. TRVയിൽ വന്ന സിമോണ ലോം എന്ന് പറയുന്ന തുറമുഖത്ത് നിന്ന് TRVയിൽ എത്താൻ വേണ്ടി എടുത്തത് 22 ദിവസമാണ്. ഈ 22 ദിവസത്തിനോടൊപ്പം ധക്കർ എന്ന് പറയുന്ന തുറമുഖത്തിന്റെ ദൂരം കൂടി കണക്കാക്കുമ്പോൾ ഏകദേശം 26 ദിവസം വേണ്ടി വരും. ആകെ TRV ധക്കർ ദൂരം 26 ദിവസം വേണ്ടി വരുമ്പോഴാണ് ഇവിടെ 60 ദിവസം എടുത്തുകൊണ്ട് തൂത്തുക്കുടി വഴി ഈ പറയുന്ന ധക്കർ എന്ന് പറയുന്ന 2 ട്രാൻസ്ഷിപ്മെന്റ്, ഇവിടെ 2 ട്രാൻസ്ഷിപ്മെന്റ് ആണ്. 2 ട്രാൻസ്ഷിപ്മെന്റ് കഴിഞ്ഞ് 60 ദിവസം എടുക്കുമ്പോൾ ഇവിടെയും ലാഭിക്കുന്നത് 34 ദിവസം. ഇവിടെ ലാഭിക്കുന്ന ദിവസത്തെക്കാൾ കാക്കനാട് എന്ന് പറയുന്ന പ്രദേശത്ത് കേരള ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പാർക്കിൽ നിന്ന്
2 കണ്ടെയ്നറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാർപാടത്ത് പോകാതെ തൂത്തുക്കുടിയിലോട്ട് പോകുന്ന കഥ ശ്രീ രാജീവ്, ബഹുമാനപ്പെട്ട മന്ത്രി, TRV തകർക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം നാട്ടുകാർ തന്നെ, അവിടെ കമ്പനി ഇട്ടിരിക്കുന്നവർ തന്നെ വല്ലാർപാടത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് അവർ തൂത്തുക്കുടിയിലോട്ട് കണ്ടെയ്നർ കയറ്റിവിടുന്നത്. ആദ്യം ആ രോഗം പരിഹരിക്കാൻ ശ്രമിക്കുക. അവസാനത്തെ ഒരു കത്താണ്. ശ്രീ സക്കറിയ കുര്യൻ. കാത്തിരുന്ന് ഗേറ്റ് വേ തുറക്കുന്ന ദിവസം വന്നെത്തി. ഇന്നലത്തെ അവസാനത്തെ കൗണ്ട് ഡൗണിന്റെ അവസാനത്തെ കുറിച്ചാണ്. കാത്തിരുന്ന് ഗേറ്റ് വേ തുറക്കുന്ന ദിവസം വന്നെത്തി. ഇനി എങ്ങനെ കൗണ്ട് ഡൗൺ നടത്തും? തൽക്കാലം കൗണ്ട് ഡൗൺ നിർത്തി കുര്യൻ സാർ. ഇനി കൗണ്ട് അപ്പാണ്. എത്ര ദിവസം എടുക്കുന്നു ഗേറ്റ് തുറക്കാൻ എന്നുള്ളത് വളരെ തീക്ഷ്ണമായി തന്നെ സെയിലിംഗ് കമന്ററി ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അതിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു തീയതിയിൽ നിന്നാണ് ആ കൗണ്ട് അപ്പ് തുടങ്ങുന്നത്. ജൂലൈ 11, 2024 ജൂലൈ 11 മുതലാണ് നമ്മൾ ആ ദിവസം കണക്കാക്കുന്നത്. കാരണം അന്ന് കപ്പൽ വന്നു. ആദ്യത്തെ കപ്പൽ വന്ന ദിവസം സപ്പോസ് ടു ബി ഇവിടെ ഗേറ്റ് തുറന്നിരിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് 373 ദിവസമാണ്. ഗേറ്റ് തുറക്കാത്ത 373 ദിവസമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഒരു കൗണ്ട് അപ്പ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. നമുക്ക് നോക്കാം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ സർക്കാർ ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടിന്റെ ഗേറ്റ് തുറക്കുന്നതെന്ന് നമുക്ക് ഓരോ ദിവസവും നോക്കിയിരിക്കാം. സൈനിങ് ഓഫ്, വെല്യാസ്റ്റോ.